പരിഷത്തിനും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിനും കേരള സമൂഹത്തിനും ഭാവി തലമുറയ്ക്കുമൊക്കെ ഇങ്ങനെ ഒരു ജനകീയ ഗായകനോടുള്ളതായ ഒരു കടപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു തുടർച്ച നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും വളരെ പ്രസക്തമാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് VKS-ന്റെ സ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ സംഗീത ശാസ്ത്രാവബോധത്തെ എങ്ങനെയാണ് ഉണർത്തിയത് എന്നുള്ളതിൻ്റെ ഒരു അനുഭവ ചരിത്രവും നമ്മളിവിടെ പങ്കിടുകയാണ്. ചരിത്രത്തെ നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ കാര്യങ്ങളോ വരുമ്പോൾ അതിന് താങ്ങായി നിൽക്കുകയാണ് പലപ്പോഴും ചരിത്രം ചെയ്യുന്നത്. ശശിധരൻ മാഷിന്റെ ജീവിതവും ചരിത്രവും യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലേക്കുള്ള പ്രയാണത്തിൽ ഇതുപോലെ നമ്മുടെ മുന്നിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അത് ഏത് തരത്തിലാണ് നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നെഞ്ചുറപ്പ് പകർന്നു തരാനുള്ള ഒരു അനുഭവങ്ങളാണ്. അപ്പം അത്തരം ചരിത്ര സ്മൃതികളിലൂടെ വ്യക്തി ചെയ്ത ആ വ്യക്തിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു കവിത, അത് VKS-ആണ് സംഗീതാവിഷ്കാരം ചെയ്തത്. അദ്ദേഹം അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ, ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ അക്ഷരം തൊട്ടു തുടങ്ങാം. ഉള്ളവരില്ലാത്തവരെന്ന ഭേദമി ഊഴിയിലില്ലാതെയാക്കാൻ, ഉള്ളവരില്ലാത്തവരെന്ന ഭേദമി ഊഴിയിലില്ലാതെയാക്കാൻ, ഋതുപരിണാമരഥത്തിൽ വരും കാലമെന്നുമേ നമ്മെ തുണയ്ക്കാൻ, എന്നുമേ നമ്മെ തുണയ്ക്കാൻ അക്ഷരം തൊട്ടു തുടങ്ങാം. ഔദാര്യമല്ലാക്കും ഭൂവിലെ ജീവിതം അമ്മ നൽകുന്ന സമ്മാനം, അമ്മയെ ഭൂമിയെ നമ്മളെ കാണുമ്പോ ആകാശമുള്ളിൽ തെളിയും, ആകാശമുള്ളിൽ തെളിയും. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരേ ആകാശം വീണു കിട്ടാൻ, ഇന്നലെയോളം കണ്ട കിനാവുകൾ ഈ ജന്മം തന്നെ നേടാൻ, ഈ ജന്മം തന്നെ നേടാൻ അക്ഷരം തൊട്ടു തുടങ്ങാം. വിനോദ്, ദീപ് മാഷ്, ജോസേട്ടൻ, സദാശിവൻ, അജിത്, ബൈജു, യൂണിയേട്ടൻ, എല്ലാവർക്കും പേര് പ്രിയപ്പെട്ടവരെ. നമുക്ക് VKS-നെ അനുസ്മരിക്കുമ്പോൾ ഇവിടെയൊക്കെ VKS ഉള്ളതുപോലെ തോന്നും. ഇന്നലെ വന്ന് VKS പാടിപ്പോയതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനകത്തൊക്കെ വലിയ ഓർമ്മകളായി VKS വരുന്നു. കരുത്ത് പകരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ശാസ്ത്ര സാഹിത്യ പരിഷത്തും VK-ന്റെ ശാലയുമൊക്കെ ചേർന്ന് ചെയ്യുന്ന ഈ ലളിത ഗംഭീരവുമായിട്ടുള്ള ഈ പരിപാടി അനുസ്മരണാർത്ഥിയോളം ഉദ്ഘാടനം ചെയ്താണ്. VKS-ന്റെ അനുസ്മരണത്തിലെ അനൂപ് പറഞ്ഞത് അതുപോലെ എത്രയോ പറഞ്ഞാലും നമുക്കൊന്നും തീരില്ല. പിന്നെയും പുതിയ പുതിയ കാര്യങ്ങൾ VKS-നെ പറ്റി അനുസ്മരണത്തിൽ കാണുന്നുണ്ട്. കുറേയൊക്കെ എനിക്കും അതിൻ്റെയൊക്കെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് അനുസ്മരണത്തിലൊന്നും ഞാനൊന്നുമില്ല, ഒരു പാട്ടങ്ങ് പാടാതെ. സാക്ഷരതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന് പൊതുവെ അന്നത്തെ നിരക്ഷരരായ പ്രായമായവരെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ് ഇദ്ദേഹം ചുണ്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൽ പെട്ടിട്ടുണ്ടാവില്ല. അത് നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ പോരൂ, കൂട്ടുകാരെ പോരൂ, പേരെഴുതാം വായിക്കാം ലോകവിവരം നേടാം, ലോകവിവരം നേടാം. നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ പോരൂ, കൂട്ടുകാരെ പോരൂ,
മർത്യരായി നാം പിറന്ന മണ്ണിതിൻ്റെ ഗന്ധം വേർപ്പുനീരിൻ ഗന്ധമെന്ന് വേർതിരിച്ചറിയാ നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ പോരൂ അക്ഷരങ്ങൾ മൂർച്ചയുള്ളോരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകുമ്പോൾ സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ പോരൂ അടുത്ത നമ്മുടെ സെമിനാർ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രവും സംഗീതവും എന്നതാണ് നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതിമാസത്തിനെ സ്നേഹാദരോടെ ക്ഷണിക്കുകയാണ്. ശരിക്ക് ഈ കേസിനെ പറ്റി പറയുമ്പോൾ ഈ കേസുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധം അത്രയില്ല. പക്ഷേ വ്യക്തിപരമായ ഓർമ്മകൾ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ അന്ന് അച്ഛൻ ടേപ്പ് റെക്കോർഡർ മേടിച്ചു വന്നപ്പോൾ 2 കാസറ്റും കൂടി മേടിച്ചു വന്നു. അതിലൊന്ന് ഗീതാഞ്ജലിയായിരുന്നു, പിന്നൊന്ന് ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്നുള്ള സിനിമയിലത്തെ പാട്ടുകളാണ്. പാട്ടൊക്കെ എത്രയോ പേര് പാടിയിട്ടുണ്ട്. പക്ഷെ ഭൂതപ്പാട്ട് ഇപ്പോഴും പിന്നെ വിക്കേസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് ആ കൊയ്ത്തെരിപ്പ് ഭൂതം വരുന്നത്. അയ്യയ്യ വരവമ്പിളി പൂന്തിര മെയ്യിലടിഞ്ഞ കരിഭൂതം എന്നുള്ള ആ വരി, അതൊക്കെ അതിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാടുന്നത്. അതുപോലെ നമുക്ക് ഇടതുപക്ഷ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെയ്ദിനം അല്ലെ. മെയ്ദിനമേഖല ആ നിറവേറ്റും ശാപവചസ്സുകളാണ് അഭിവാദനമരുളുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതും ഒരു പ്രത്യേക അനുഭവം നമുക്ക് തരുന്ന ഒന്നാണ്. ഇങ്ങനെ നിരവധി പാട്ടുകൾ ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ വേദികളിൽ പാടുന്നതും കവിതകളും എല്ലാമായിട്ടുള്ള നിരവധി പാട്ടുകൾ പാടി ഇങ്ങനെയാണ് ഈ കേസിനെ എനിക്കറിയുന്നത്. വ്യക്തിപരമായി സംഘടനാപരമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഓർമ്മയൊന്നും മാഷ്ക്കതൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രം. ഇന്നിപ്പോ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ കേസ് മാത്രമല്ല, ഈ കേസിനെ പോലെ ഉള്ള നിരവധി ആളുകൾ, പി മധുസൂദനൻ മാഷെ പോലെയുള്ള MM സജീന്ദ്രൻ, കരിവള്ളൂർ മുരളി തുടങ്ങിയ രചയിതാക്കൾ, പനങ്ങാട് തങ്കപ്പിള്ള ചേട്ടനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ ആണ് ഇപ്പൊ ഈ പറയുന്ന ഈ ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജനകീയ സംഗീതം എന്നുള്ള അർത്ഥത്തിലല്ല, ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ കേൾപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇവരെ കൂടിയാണ്. അത് പിന്നെ പല പാട്ടുകളായിട്ട് പല രീതികളായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇത് ഏതാനും പഴയ ആളുകളെ പറഞ്ഞു മാത്രമേ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവധൂതന്മാരെ പോലെ സ്വന്തം, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, സ്വന്തം കഴിവുകളെ ഈ കലാപരമായ കഴിവുകളെ പേറ്റന്റ് ചെയ്യുന്നൊരു കാലമായിരുന്നു. നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ അതിനെ പേറ്റന്റ് ചെയ്യാം. സംഗീതജ്ഞന്മാരടക്കം അത് പേറ്റന്റ് ചെയ്യാണ്, പാട്ട് പേറ്റന്റ് ചെയ്യാണ്. യേശുദാസ് പണ്ട് പറഞ്ഞത് നമുക്കറിയാലോ, പാട്ട് പാടുന്ന ആളുടെയാണ് പാട്ട്, സംഗീതത്തിന്റെ എല്ലാം അല്ലെങ്കിൽ സംഗീത സംവിധായകന്റെ എല്ലാം എന്ന് പറഞ്ഞതുപോലെ കലാസൃഷ്ടികളെ പെട്ടെന്ന് പേറ്റന്റ് ചെയ്യുകയും അതിനെ രജിസ്റ്റേർഡ് ആർ എന്നുള്ള വട്ടത്തിലുള്ള സാധനം ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ തങ്ങളുടെ കലാസൃഷ്ടികളെ സമൂഹത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതിന് ശരിക്കും അവരെ ശാസ്ത്രാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. അതിൽ പരസ്പരം സ്വാധീനിച്ചിട്ടുണ്ട്. പരിഷത്ത് അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, അവരെ
അവര് പരിഷത്തിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. പരിഷത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അവര് പരിഷത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രാസാഹിത്യ പരിഷത്തിന്റെ ദർശനങ്ങൾ, അതിന്റെ രീതി, അതിന്റെ അനൗപചാരിക ശൈലി, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു 1-2 ഷർട്ടും മുണ്ടുമായിട്ട് നടന്നിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവര് മാത്രമല്ല, പരിഷത്തിന്റെ മുന്നണി പോരാളികൾ, നിരന്തരം സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന MP പരമേശ്വരനെ പോലെയുള്ള ഏതാനും ചില ആളുകൾ, അല്ലെങ്കിൽ PT ഭാസ്കരനെ പണിക്കരെ പോലെ, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ പോലെ, അല്ലെങ്കിൽ CG ശാന്തകുമാറിനെ പോലെയുള്ള ആളുകൾ, അണ്ണനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള കലാരംഗത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രദ്ധിച്ചിരുന്ന ആളുകൾ, ഇതൊന്നും അല്ലാതെ അറിയപ്പെടാതെ ഇപ്പൊ നമുക്കറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന ജോസേട്ടൻ, അല്ലെങ്കിൽ സദാശിവൻ, അല്ലെങ്കിൽ അജിയേട്ടൻ, അല്ലെങ്കിൽ രാമദാസേട്ടൻ അടക്കമുള്ള ആളുകൾ ഈ രീതിയിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ. അപ്പൊ അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ശാസ്ത്രാസാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. വളരെ പ്രസിദ്ധരായ പ്രാസംഗികരൊക്കെ ഉണ്ട്. നമ്മള് പിന്നെ മാർക്ക് ആന്റണിയെ പറ്റി കേട്ടിട്ടുണ്ട്. മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സീസർ ബ്രൂട്ടസ് കുത്തിക്കൊല്ലും. ബ്രൂട്ടസ് കുത്തിക്കൊല്ലുന്ന നല്ലൊരു കാര്യത്തിനാണ്, കാരണം സീസർ ഒരു ഏകാധിപതി ആവരുത്. അങ്ങനെ മാർക്ക് ആന്റണി വരുമ്പോൾ സീസർ മരിച്ചു കിടക്കുകയാണ്. മാർക്ക് ആന്റണി അവിടെ നിന്നൊരു പ്രസംഗിക്കുന്ന ഒരു 20 മിനിറ്റ് പ്രസംഗം ഷേക്സ്പിയർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മാർക്ക് ആന്റണി തുടങ്ങുന്നതിനായി കെയിം ഹിയർ ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാനായി ഇവിടെ വന്നിരിക്കുന്ന സീസറിനെ കുളിച്ചിടാനാണ്, അല്ലാണ്ട് പ്രൈസ് ചെയ്യാനല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ആ പ്രസംഗം അവസാനിക്കുമ്പോ ഈ അവിടെ നിൽക്കുന്ന ആളുകളുടെ സ്വഭാവം നേരെ മറിച്ചാകും. ബ്രൂട്ടസിനെ കൊല്ലണം, ബ്രൂട്ടസിനെ വിടരുത് എന്നാക്കി ആ പ്രസംഗത്തിലൂടെ. അങ്ങനെ പ്രസംഗിച്ച് മാറ്റിയിട്ടുള്ള ചരിത്രമുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. പക്ഷെ കലാരൂപങ്ങളുടെ മാറ്റിയപ്പോൾ നേരത്തെ പിന്നെ സഫ്ദർ ഹാഷ്മിയുടെ കാര്യം പറഞ്ഞത്, ഹല്ലബോൽ തുടങ്ങിയ സ്ട്രീറ്റ് പ്ലേ, അതുപോലെ നമ്മൾ തെരുവ് നാടകം എന്ന് പറയുന്ന സംഭവങ്ങൾ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു അനുഭവം കേരളത്തിൽ പരിഷത്തിൻ്റെതാണ്. അന്നാണ് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് പറയും. അത് വലിയൊരു മെസ്സേജാണ്. ആ മെസ്സേജിനെ രണ്ടാമത്തെ കലാരൂപമാക്കുക. കാരണം ആദ്യം അത് ബൃഹത്ത് ഒരു കവിതയായിട്ട് എഴുതി, അതിനെ ഒരു കലാരൂപമാക്കി മാറ്റി, ഒരു നാടക രൂപത്തിലാക്കി, ഒരു സംഗീത ശില്പമാക്കി മാറ്റി. അതാണ് പരിഷത്ത് ചെയ്തത്. അപ്പൊ ജനകീയ സംഗീതത്തെ അല്ലെങ്കിൽ ജനകീയ കലയെ ശാസ്ത്രാവബോധത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു വളരെ അന്യാദൃശ്യമായ, വേറെ എവിടെയും കാണാത്ത ഒരു സംഭവമാണ് അന്ന് ചെയ്തത്. അതാണ് പിന്നീട് അത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു 4 പേര് എന്റെ അടുത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭോപ്പാൽ യാത്ര, അല്ലെ, ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പരിപാടി അവതരിപ്പിച്ച്, ഇതൊക്കെ ഒരു പുതിയ സംഭവമായി മാറുന്നത് ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തിൽ ആദ്യം കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് പിന്നീട് AIPS-നും BGVS ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് അവതരിപ്പിക്കുന്നതും അത് പഠിപ്പിക്കാനായിട്ട് ഇവരൊക്കെ പോകുന്നതും പഠിപ്പിക്കുന്നതും അതനുസരിച്ച് ഹിന്ദിയിലും മറ്റുമൊക്കെ കലാജാലകൾ ഉണ്ടായി വരുന്നത്. അപ്പൊ അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള കലാരൂപങ്ങളോട് അവരുമായിട്ട് സംവദിക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും സംബന്ധിച്ചിട്ടുള്ളത് ജനകീയ കലാരൂപങ്ങളുമായിട്ടാണ്. കലയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ക്ലാസിക്കൽ കലാരൂപം, ജനകീയ കലാരൂപം എന്ന് രണ്ടായിട്ട് പറയാറുണ്ട്. അത് പറയുന്നതിന്റെ ഒരു സാങ്കത്യം, അതിന്റെ പ്രസക്തി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എങ്കിലും സാധാരണ പറയാറുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും ഒപ്പനയാണ്, അല്ലേ. പിന്നെ എന്താണ് ഫാത്തിമ വീതിക്ക് ഇപ്പോൾ നല്ല കാലം വന്നേ, ഒപ്പനയാണ്. ഇപ്പോ രാമദാസേട്ടൻ പാടിയത് തുടിപ്പാട്ട് എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. സാക്ഷരതാകാലത്ത് നേരെ ഒട്ടും വൈകിയില്ല. പിന്നെ മാപ്പിളപ്പാട്ട്, എന്താണ് ഉപ്പിന്റെ ഒരു മാപ്പിളപ്പാട്ടുണ്ട്, ഞങ്ങൾ മറന്നുപോയി. ഉപ്പിന് 50 പൈസ വിലയുള്ള ഉപ്പ് ഇപ്പോൾ 5 രൂപയായല്ലോ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിളപ്പാട്ടുണ്ട്. ജനകീയാസൂത്രണകാലത്തുള്ള ഒരു പാട്ട് ഇതേപോലെ മാപ്പിളപ്പാട്ട് SPN ആണ്, മഞ്ചേരി S പ്രഭാകരൻ നായർ. അത് പിന്നെ എന്താണ് വികസനത്തെ പറ്റി തന്നെയാണ്. അത് എന്തോ ഒരു മാപ്പിളപ്പാട്ട്, അത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ എന്താണ് അങ്ങനത്തെ പാട്ടുകൾ, അതാണ് ഞാൻ നേരത്തെ തങ്കപ്പൻപിള്ളയും SPN പോലെയുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഉപയോഗിക്കാത്ത കലാരൂപങ്ങളില്ല എന്നുള്ളതാണ്. അതൊക്കെ വിവിധ കലാരൂപങ്ങളെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ വായ്ത്താരികൾ, ഒരുവിധ എല്ലാ നാടകങ്ങളിലും എല്ലാ പാട്ടുകളിലും വായ്ത്താരികൾ
പ്രധാനമായിട്ട് ഉപയോഗിക്കും. ഈ വായ്ത്താരികളൊക്കെ വരുന്നത് നമ്മുടെ ജനകീയമായ കലാപാരമ്പര്യത്തിലാണ്. ഈ ജനകീയമായ കലാപാരമ്പര്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം അത് ഭൂരിപക്ഷം ജനങ്ങളുടേതായിരിക്കുന്ന ഒരു കലാപാരമ്പര്യമായിരിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ അവഗണന നേരിടുന്ന സംഗതിയാണ്. കാരണം ക്ലാസിക്കൽ കലകളുടെ ഇടയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒന്നായിട്ടാണ് ഈ ജനകീയ കലാരൂപങ്ങൾ നിലവിലുള്ളത്. അതിനൊരു മാറ്റം വന്നത് അടുത്ത കാലത്താണ്. അടുത്ത കാലത്ത് വന്ന മാറ്റം അതിന് അത്രമാത്രം ഗുണകരമാണോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു കലാരൂപങ്ങളുടെ വലിയ ഒരു ആധിപത്യം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നു. അത് പിന്നെ സ്വാഭാവികമാണ്. കാരണം അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന് കലാരൂപങ്ങൾ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സംസ്കാരം ഇല്ല എന്ന ഒരു കാഴ്ചപ്പാട് അടുത്ത കാലം വരെ നിലനിൽക്കുന്നു. അവർക്ക് അങ്ങനെ കലാരൂപങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് കലാരൂപങ്ങൾ ഉള്ളത് അത്യാവശ്യം ഭക്ഷണം തന്റെ അടുത്തേക്ക് വരികയും, അതായത് ഉൽപാദന ബന്ധങ്ങളിലൊക്കെ നേരിട്ട് പങ്കെടുക്കാതെ അതിന്റെയൊക്കെ ഉൽപാദന ബന്ധങ്ങളിലൊക്കെ പിന്നെ എന്താ പറയുക ഉടമസ്ഥാവകാശം കൈയാളി നിൽക്കുന്ന ആളുകൾക്ക് കുറെ നേരം ചിന്തിക്കാനും പാട്ടുപാടാനും ഒക്കെ സമയമുണ്ട്, ഇതിനൊക്കെ മുഴുകാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് അവരുണ്ടാക്കിയതാണ് സംസ്കാരം എന്നുള്ളൊരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നത്. ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള കലാരൂപങ്ങളെ കണ്ടിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്ലാസിക്കൽ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ എന്താണ് തനത് കലാരൂപങ്ങൾ, തദ്ദേശീയ കലാരൂപങ്ങൾ, നാടോടി കലാരൂപങ്ങൾ എന്നൊക്കെ പറയുന്നത് വേറൊരു ഭാഗത്ത് രണ്ട് വെള്ളം ചേരാത്ത അറകളായിട്ട് മാറി നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. സംഗീതം കൊടുത്തതുപോലെ അല്ലേ, വികേസ് സംഗീതം കൊടുത്തതുപോലെ കവിതകൾക്ക് സംഗീതം കൊടുക്കുന്ന എത്രയോ പേര് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആഘോഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, എത്രയോ പേരുണ്ട്. അന്തസാര ശൂന്യമായ രീതിയിൽ കവിതകൾക്ക് സംഗീതം കൊടുത്തിട്ട് അതിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ, അവരൊന്നും വ്യക്തമായ രാഷ്ട്രീയം പറയേണ്ടതില്ല. എന്താണ് രാഷ്ട്രീയം പറയുന്നത്? പാർട്ടി പോളിറ്റിക്സ് എന്നുള്ളതൊക്കെയല്ല. ദരിദ്രരായ ജനങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ ആയുധം നൽകുക, തിരിച്ചറിവിന്റെ ആയുധം നൽകുക എന്നുള്ള രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടബോധം അവരനുഭവിച്ചിട്ടുണ്ട് എന്നും തോന്നുന്നില്ല. അവരതിന് വളരെ പിന്നെ കൃതാർത്ഥരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസിന് തൊട്ട് മുമ്പാണ്, കുറച്ച് ദിവസം മുമ്പാണ് പി മധുസൂദനൻ മാഷ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയത് അല്ലേ. അതിനും അപ്പുറം എന്താണ് എന്ന് പറയുന്ന കവിത ഇത്രയും മനോഹരമായി പ്രപഞ്ചത്തെ ആവിഷ്കരിക്കാൻ എന്ത് പറ്റും? കൊട്ടക്കണ്ടിലിരിക്കുന്ന തവള ചോദിക്കുന്നു അതിനപ്പുറം എന്താണ്? അത് കേൾക്കുന്ന പുൽച്ചാടി ചോദിക്കുന്നു, തവള പറയുന്നു ഈ കിണറും ഈ വെള്ളവുമാണ് എന്റെ ലോകം, അതിനുമപ്പുറത്ത് എന്താണ്? അപ്പൊ അത് കേൾക്കുന്ന പുൽച്ചാടി, കിണറിന് പുറത്തിരിക്കുന്ന പുൽച്ചാടി പറയുന്നു ഇവിടെ കിണറിന് പുറത്താണ് ഞാൻ, പക്ഷെ ഇതാണ് എന്റെ ലോകം, അതിനും അപ്പുറത്ത് എന്താണ്? അങ്ങനെ അവസാനം ഈ ചക്രത്തിന്റെ ഏറ്റവും പുറത്തുള്ള മനുഷ്യൻ വരെ ചോദിക്കുന്നു, ഞാനിങ്ങനെ ഇവിടെ ഭൂമിയിൽ ഉറപ്പിച്ച് ഈ ഗോളാന്തര പിന്നെ സമൂഹത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നു, അതിനും അപ്പുറം എന്താണ്? ഇത് ശാസ്ത്രത്തിന്റെ അന്വേഷണമാണല്ലോ. അതിനപ്പുറത്ത് എന്താണ്? പ്രപഞ്ചത്തിനപ്പുറത്ത് എന്താണ്? ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രം. അത് നമുക്ക് വേണമെങ്കിൽ സേണിന്റെ പോലെയൊക്കെ പറയാം അല്ലെ. യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഭൂമിക്കടിയിൽ, സ്വിറ്റ്സർലാൻഡിൽ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കമാണ് സേൺ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന കൊളൈഡർ ഉണ്ടാക്കിയിട്ട് ഭൂമിയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള പരീക്ഷണം നടക്കുന്നത്. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞാൽ കുറെ ആളുകൾക്ക് ഭയങ്കര ഇംപ്രഷനാവും. അതിനുമപ്പുറം എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇംപ്രഷൻ അത്രയും ഉണ്ടാവില്ല. പക്ഷെ അതിനുമപ്പുറം എന്താണെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറെ നേരം സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഈ കേസിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പൂ സമർപ്പിക്കുക എന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശിച്ചാണല്ലോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു ബൊക്കെ സമർപ്പിച്ചാലും മതിയാവില്ല. ഞാൻ അത്രയ്ക്കധികം ആൾക്കാരുടെ ഓർമ്മകൾ ഇങ്ങനെ തള്ളി വരിക. അരിയമ്പാടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് പരിഷത്തിനെ അനുഭവിപ്പിച്ച ആളാണ്. പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, പുസ്തകത്തിലൂടെ വായിച്ച്. അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞ സംഭവം, ഞാൻ മുണ്ടത്തിയോട് സ്കൂളിൽ ഒരു കലാജാഥ വന്നപ്പോൾ ആ ജാഥയിൽ ചോദിക്കണം എന്തിന്ന ധീരത, അതിൽ ഓരോരുത്തരോട് ചോദിക്കണം. ഞാനൊന്ന് പ്രീഡിക്ക് പഠിക്കുന്ന കാലമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് എനിക്കൊരു അനുഭവമായിരുന്നു. ആ അനുഭവം അന്ന് വി കെ എസ് പാടിയിരുന്നോ എനിക്കറിയില്ല, പക്ഷേ എന്തായാലും വി കെ എസ് ട്യൂൺ ചെയ്ത പാട്ടാണ്. അതിനുശേഷം അവിടെ തന്നെ നമ്മുടെ
ബാലകലോത്സവജാഥ വന്നു. കാതിലോരാലോല ഊഞ്ഞാലു കെട്ടിയ മുത്തശ്ശിയുടെ കഥ പറഞ്ഞുകൊണ്ട് കുട്ടികളെ അതും ഭയങ്കര അനുഭവമായി. അപ്പൊ പരിഷത്തിലേക്ക് നമ്മൾ ആദ്യം വരുന്നത് ഈ കലാജാഥയിലൂടെ അതില് പരിഷത്തിനെ അനുഭവിപ്പിച്ച വ്യക്തിയാണ് ഈ VKS. അതുപോലെ തന്നെ ഇക്കൻ നമ്മുടെ ഒരു നല്ല സംഘാടകൻ നമ്മുടെ ഈ സർവോദയ സ്കൂളില് ഒരു തോർത്തുമുണ്ടും തോളിട്ടിട്ട് നമ്മുടെ 25ാം വാർഷികത്തിനും അതിനോടനുബന്ധമായി നടന്ന ജില്ലാ ബാലകലോത്സവത്തിന്റെ ഒക്കെ സംഘാടകനായിട്ട് വന്നിരുന്നു. നമ്മുടെ വീട്ടിൽ കാണുന്നൊരു അമ്മാവനോ മുത്തശ്ശനൊക്കെ ഇരിക്കണ പോലെ ഒരു തോർത്തുമുണ്ടിട്ട് വളരെ ലാഘവത്തിലിരുന്ന് കാര്യങ്ങളെ വളരെ സ്മൂത്തായിട്ട് സംഘടിപ്പിച്ച VK. അതുപോലെ ഞാൻ ആദ്യമായിട്ട് CG മാസ്റ്റർ പ്രസംഗം കേൾക്കണ ആര്യമ്പാട സെന്ററിലാണ്. എങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയ ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളൊരു സംവിധാനത്താണ്. കുറച്ച് ആൾക്കാരുള്ളൂ, 10-100 ആളുകളുള്ളൂ. പക്ഷെ ആ വന്നവരൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ പെരിങ്ങല്ലൂർ വായനശാലയുടെ മുമ്പിൽ ഒരിക്കലും നമ്മളൊരു സപ്താഹത്തിന്റെ ഒരു മേദിനങ്ങളെയൊക്കെ വളരെ ഇതായിട്ട് നമ്മൾ ചൊല്ലിട്ടുണ്ടായി. ദുർഘടം നിറഞ്ഞ ബന്ധാവിരുവി ഞങ്ങൾ ചിന്തയുടെ വിളക്കുമായി നടന്നു കയറി. അങ്ങനെ പല ജീവിതത്തിന്റെ പല അസന്നിഗ്ധ ഘട്ടങ്ങളിലും നമ്മളറിയാതെ നമുക്ക് പ്രചോദനമായിട്ട് ഒരു ഊന്നുവടി പോലെ പരിഷത്തിന്റെ പാട്ടുകൾ നമ്മളെ ഒരു ദിശ നിർണ്ണയിക്കുന്ന രീതിയിൽ വരാറുണ്ട്. എനിക്ക് ഒരു ഓർമ്മയുണ്ട്, ഞങ്ങള് രാജനെല്ലായിയാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ VKSനെ ഏൽപ്പിച്ചിരുന്ന ആള്. VKSനെ കൊലപാടിയിരുന്ന രാജനെല്ലായിയുടെ കീഴിൽ ഞങ്ങളൊരു ഭാവനാടകജാഥ നടത്തി. ഡിസംബറിൽ കേരളമ അതിന്റെ മുന്നോടിയായിട്ട്. അപ്പൊ അതിന്റെ ഒരു സമാപ്തിക്ക് എല്ലാവരും കൂടി പറമ്പിടിക്ക് പോകാന്ന് പറഞ്ഞു. എന്താണ് ആനപ്പാന്ന് ആദിവാസി കോളനി. ആ കൊടകരയിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പൊ അവിടെ പറഞ്ഞു എല്ലാവരും അവിടെ ഒരു അച്ചായന്റെ കടയുണ്ട്, അവിടെ നരിയൊക്കെ കിട്ടും, ഒന്നും വേണ്ട. ഞാനും നല്ല നമ്മുടെ തടിയനും വിശപ്പിന്റെ ആളായി കാരണം കുറച്ച് ബ്രെഡും അവരും. അപ്പൊ എന്റെ അച്ഛൻ ഫോറസ്റ്റിലായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒന്നുമില്ലാണ്ട് കൊണ്ടാട്ടാ പൊട്ടത്തേങ്ങ അങ്ങനെ അത്യാവശ്യം ഉപകരണങ്ങളൊക്കെ ഞങ്ങൾ ബാഗ് സഞ്ചിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ശുദ്ധഗതിക്കാരൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല. അവിടെ നോക്കുമ്പോ എന്താ പറയുക, ഈ സാധനം കൂടെ ആനെടുത്ത് പോയി, ഈ ചേട്ടന്റെ കട ആനെടുത്ത് പോയി, ഒന്നും കിട്ടാല്ലേ. ഞങ്ങൾ ഈ ഒരു ആദിവാസികളുടെ പാടിക്കിടന്ന് തുടങ്ങി രാത്രി അവിടെ ആന മുതൽ നമ്മൾ ഈ നടന്ന ക്ഷീണത്തിന് 28 കിലോമീറ്റർ നടക്കണം. നമ്മളൊന്നും അറിഞ്ഞില്ല. രാവിലെ നോക്കുമ്പോൾ കുറെ ഓമക്കായും കുറെ കുമ്പടിഞ്ഞ വാഴയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ പുരുഷന്മാരൊക്കെ ഞങ്ങളുടെ ഉദ്ദേശം അവിടെ നിന്ന് നേരെ അതിരപ്പള്ളിക്ക് നടക്കാം, ഒരു വഴിയുണ്ട്, ചോല വഴിക്ക് നടക്കാൻ തന്നെ. അപ്പൊ പുരുഷന്മാരും കോളനിയിലില്ല, സ്ത്രീകളും കുട്ടികളും നോക്കണം. ആ മൂപ്പം പറഞ്ഞിട്ട് ആരും വിട്ടുതരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു അരിമിണി പാത്രം വന്നു. പിന്നെ ഈ മൂക്കാത്ത കായും ഈ ഓമക്കായും വെത്തി കഴിഞ്ഞിട്ട് അത് അരുവിന്ന് വെള്ളമെടുത്ത് ഉപ്പിടാത്ത ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ കാരണം 11 മണി വരെ ഒരു പച്ചവെള്ളം കിട്ടാൻ വഴിയില്ലേ. അപ്പൊ ഇത് നമ്മുടെ മോളുടെ കമ്പ് ഇല്ലിമുള്ളിൽ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് ബന്ധം നോക്കുക. അപ്പൊ ഞങ്ങളുടെ 8-9 പേരുണ്ട്. വെന്ത് വരുമ്പോഴേക്കും പകുതി കഴിക്കും, കാരണം വിശന്നിട്ട് വേറെ മാർഗില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്വന്തം വരണം, തിരിച്ചു വരിക. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ ജീപ്പൊക്കെ പോണ വഴി കൂടി ഇതൊക്കെ പോയത്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഐഡിയ തോന്നി ശരിക്കും ഉള്ളിൽ കൂടെ പോകാറുണ്ട്. കാട്ടിലേക്ക് കയറി ഇത് ഈ സാരൊക്കെ ആയി കഴിഞ്ഞപ്പോ വഴി കാടിന്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല. ശരിക്കും അപ്പോഴൊക്കെയാണ് ഈ കവിതകളുടെ പ്രസക്തി മനസ്സിലായത്. കാരണം വെച്ചാൽ അക്ഷരാർത്ഥത്തില് നമ്മള് ഒന്നുമില്ല, ജീവിക്കുന്ന പോലെ അറിയില്ല എന്താ ഇതിന്റെ ഭവിഷ്യത്തറിയാത്ത കാലത്ത്. അപ്പൊ അന്നൊക്കെ ഈ പരിഷത്തിന്റെ കവിതകളിൽ ശരിക്കും അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ട് നമുക്ക് ചെല്ലാനും നമുക്ക് ധൈര്യം കിട്ടാനും ഒക്കെ അവസരം ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് VKSനെ ഓർമ്മിക്കുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് വൈകിക്കുന്നില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. ഈ പറഞ്ഞമാര് ജോസേട്ടനും വലിയേട്ടനൊക്കെ നമ്മുടെ മുമ്പ് ജാഥകളിലും രാമദാസേട്ടനും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഈ ജില്ലാതലം ചെറു പരിപാടികൾക്ക് മാത്രമേ പോയിട്ടുള്ളൂ. എന്നാലും ഈ പറഞ്ഞ പോലെ പ്രതിമാർ പറഞ്ഞ പോലെ ജനകീയ കല ആണ് നമ്മൾ ശരിക്കും പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മള് ഈ കൂത്തോ കൂടിയാട്ടോ കഥകളി രൂപപ്പെടുത്തിയിട്ട് എല്ലാ ജനങ്ങളിലേക്ക് എത്തി. നാടകകലകളും തെരുവ് നാടകങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു സാധ്യത അത് വീണ്ടും കാലത്ത് നമുക്കൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ പരിഷത്ത് പുസ്തകം വെക്കാൻ മാത്രം കലാജാതന രൂപപ്പെടുത്തുന്നതൊന്നും കലേനെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ ഒരു ഇതൊക്കെ നടക്കണ്ടേ. ചന്ദ്രന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഒരു പടാക്കിക്ക് രാമദാസേട്ടനെ കൂടെ അറിയിട്ടുള്ളൂ. പക്ഷെ അതില് പിന്നെ കലയ്ക്കത് പ്രാധാന്യം കൊടുക്കില്ല. പുസ്തകം വെക്കേണ്ട കാലത്ത് മാത്രമേ കല വേണമെന്നുള്ള നിലപാട് വന്നപ്പോ കുറെ ആൾക്കാർ മാറിപ്പോയി. VKS വരെ മാറിപ്പോയത് കുറെ അങ്ങനെയാണ്. അതിപ്പോ ഇവരെ കുടുംബഭാഷ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും പരിഷത്തുനിന്ന് ഈ കലാകാരന്മാർക്കും കലാതിനും മറ്റ് രംഗങ്ങളിൽ പോകുന്ന പ്രാധാന്യം കൊടുക്കാതിരുന്നു. ഇതൊരു അധികൃതരുടെ ഒരു കുഞ്ഞുട്ടന്മാരാണ് അത് പറയപ്പെടുന്നത്. എന്തൊരു പട്ടികജാതികാര പരിപാടിയില്ല, ജെൻഡർ ക്ലിപ്പിൽ അതൊന്നും ആരെങ്കിലും മനസ്സിലാവില്ല. അവർക്ക് കളിക്കാനും പറ്റില്ല, എന്റെ കയ്യിലുണ്ടോ നടന്നോളെ പറയുന്നത്. അങ്ങനെ ഒരു രീതിയിൽ ഉള്ളിലുള്ള കൂടെ അടിക്കൂടെ ഒരു ഇത് കുഞ്ഞുട്ടന്മാരുടെ മനസ്സിലാക്കിയാണ് ഈ സമയത്ത്. കുഞ്ഞുട്ടന്മാരാണ് എന്നെ ഞാനൊരു തോമസിന്ന് പരീക്ഷയ്ക്ക് എഴുതി പ്രിവ്യൂ വരുന്ന സമയമാണ്
ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ധനലക്ഷ്മി ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് മാഷ് എന്താ ഇവിടെ പരീക്ഷ എന്താ താൻ എന്തൊരു കാര്യം തരോ ആ വിളിക്കില്ലേ പോകുന്നത് നമ്മുടെ പ്രസിദ്ധീകരണ സമിതിക്ക് ചെല്ലേ അവിടെ ഒരു കാര്യം തരുമോ. അപ്പൊ ഞാനും എന്താ മാഷ് പറഞ്ഞത് മാഷ അമ്മയോടൊപ്പം ജോലി തന്നെ പാർട്ടിക്കാരെ പഠിപ്പിച്ചിട്ടാണ് ആ ഒരു മാഷയുടെ പഴയ വ്യക്തിമാനത്തിന് പെട്ടാൻ ഞാൻ അപ്പോഴാണ് ഈ പാവം നടന്നത് എനിക്കുന്നത് മാഷ എന്നെ പറഞ്ഞുകൊണ്ടത് പറക്കാഞ്ചേരി മേഖല എന്നോട് അത് പറഞ്ഞില്ലേ പാവനാടത്തിനാണെന്നോ അല്ലെങ്കിൽ വേറെ നാടകം കളിക്കാനോ പാട്ട് പാടണം ഞാൻ പോവില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല നമുക്കറിയാം. പക്ഷെ മാഷ് പറഞ്ഞപ്പോ എന്താ വിശുദ്ധില്ലാന്ന് രീതിയിൽ ഞാൻ ചെന്നപ്പോ ഇതാണ് കേസ് വേണം അവിടെ 8 ആളുണ്ടായിട്ടുള്ളൂ 10 ആളെ മറ്റേ വേണം അപ്പൊ എന്നെ അവിടെ വിളിച്ച് നിർത്തി. അങ്ങനെയാണ് നമ്മള് പരിഷത്തിന്റെ കാലരംഗത്തേക്ക് വന്നത്. അപ്പൊ അതിനൊക്കെ വളരെ സഹായിച്ച ഓർമ്മയിലെന്നും നിലനിൽക്കുന്ന ഒരു ഇതാണ് PKS ആയാലും PK മാഷായാലും അപ്പുക്കായാലും മറ്റെല്ലാ മൺമറഞ്ഞ പരിഷത്ത് പ്രവർത്തകർക്കും ഞാൻ ഈ സമയത്ത് ഓർമ്മ പൂക്കളെ അർപ്പിക്കുകയാണ്. പറഞ്ഞ മതി പറയാൻ ഒരുപാട് പറഞ്ഞാൽ തീരില്ല. അതാണ് ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. PKSനെ ആദ്യമായിട്ട് കാണുന്നത് അരിമ്പട സ്കൂളിൽ 81 കലാജാത എന്തിൻ്റെ ധീരത. അപ്പം അതിങ്ങനെ ഈ ഷർട്ടൊന്നും ഇടാതെ മുന്നെടുത്തിട്ട് ചുവന്ന ഏപ്രിലും കെട്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ഈ പരിചയപ്പെടുത്തുന്ന രംഗങ്ങൾ ആ പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മളെ കണ്ടത് ഇവരൊക്കെ ആരാന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ വന്ന് കളിക്കുന്ന വലിയൊരു അതിശയപ്പെടുത്തി എന്നെ പരിഷത്തിലേക്ക് അടുപ്പിച്ചത് ആ ജാഥയാണ്. അതിനുശേഷം വേലൂർ പിന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജില്ലാ ക്ലബും കഴിഞ്ഞിട്ട് 83 ഞാൻ രാമദാസൊക്കെ മണിയൂർ ക്യാമ്പിൽ വരുമ്പോഴാണ് PKSനെ നേരിട്ട് ആശയവിനിമയം നടത്താനായിട്ട്. അത് കഴിഞ്ഞ് 83 ജാഥ ഉദ്ഘാടനം ഞങ്ങൾ 2 ജാഥയായില്ലേ ഞാൻ തെക്കൻ ജാഥയിലായി. അത് വലിയൊരു എനിക്ക് വ്യക്തിപരമായിട്ട് PKS എടുക്കുന്നുള്ള സംഗതി. തെക്കൻ ജാഥയുടെ ഉദ്ഘാടനം അങ്കമാലിയിലാണ്. അവിടുത്തെ ഒരു പ്ലാന്റേഷനിലാണ്. പ്ലാന്റേഷനിലേക്ക് വണ്ടി ടെമ്പോ പോകുന്ന കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഏറ്റവും അടിയിലായിരുന്നു. എൻ്റെ മൊത്തം എല്ലാവരും അങ്ങനെ ബാക്ക് പെയിനൊക്കെ വന്നത് അവിടെ നിന്നാണ്. അപ്പം അന്ന് PKS ആണ് എന്നെ പിടിച്ചുകൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ. വളരെ ഒരു പെയിൻ എടുത്തിട്ട് അത്രയും വലിയൊരു ശരിക്കൊരു അച്ഛനെ പോലെ വളരെ ഇതായിട്ട് അങ്ങനൊരു ആത്മബന്ധം കൂടി എനിക്കുണ്ട്. പിന്നീട് നമുക്ക് പറയാൻ വിട്ടുപോയ വലിയൊരു കാര്യം നമ്മുടെ മുണ്ടത്തിയോട് നടന്ന സംഭവമുണ്ട്. ജനീയാസൂത്രവുമായി ബന്ധപ്പെട്ട് 1990 നമുക്കൊത്ത് പാടാം. അതിന് പറഞ്ഞിട്ടുണ്ടെന്താ നമുക്കൊത്ത് ചാടാന്നല്ലേ പിള്ളേരൊക്കെ പറഞ്ഞൊരു ഇതാണ്. വലിയൊക്കെ ചെറുപ്പക്കാരായിരിക്കും. അതെ, സിൽക്കിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തിയ വലിയൊരു പരിപാടി. 300 കുട്ടികളെ ഒരുമിച്ച് നിർത്തി പാട്ട് പഠിച്ചത്. അതിന് മുമ്പായിട്ട് ഗ്രാമീയമായിട്ട് ബന്ധപ്പെട്ട് മാഷർ പറഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കണം. ഗ്രാമീണയുടെ ഉദ്ഘാടനം സർവദേശ സ്കൂൾ വെച്ചിട്ടാണ് നടന്നത്. അങ്ങനെ മുണ്ടത്തിയോടുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള മാഷാണ് PKS. ലക്ഷ്യത്തിൻ്റെ ഈ പറഞ്ഞ മാതിരി ശാസ്ത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കണക്കും ശാസ്ത്രമൊക്കെ എങ്ങനെ എത്തിക്കാം അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ E=mc². സയൻസാണ്. അത് പാട്ടിലൂടെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് നമുക്ക് തോന്നും അല്ലേ. മിന്നും മിന്നും താരകമേ എന്നുള്ള പാട്ട് MP സ്ഥാനം അല്ലാതെ അങ്ങനെ അതിൽ അവതരിപ്പിക്കുകയാണ് പാട്ട് പാടി. അതുപോലെ നമ്മുടെ മൊല്ലാക്കയുടെ കുതിര ഒരു നാടകമാണ്. ആ നാടകത്തിൽ കണക്കുണ്ട് സയൻസും ഉണ്ട്. രാസദ്വരകം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് മൊല്ലാക്കയുടെ. അപ്പൊ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ജനങ്ങളായിട്ട് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കലയെ സംഗീതത്തെ പ്രയോഗത്തിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിഷത്തിന്റെ കലാജാഥയ്ക്ക് ഇത്രയും സ്വീകാര്യത കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയ ഭാഗമാക്കാൻ ഞാനും അജിയും രാമദാസും കൂടി നടത്താൻ ഉദ്ദേശിച്ച ഒരു കാര്യം മുടങ്ങിപ്പോയിട്ടുണ്ട്. PKSന്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുചേരുക. കല പരിഷത്തിന്റെ ജാഥയിലുള്ള എല്ലാവരും PKSന്റെ വീട്ടിൽ ഒത്തുകൂടാൻ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത ദിവസത്തിന്റെ ഒരാഴ്ച മുമ്പാണ് നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നത്. അതുകൂടി ഒത്തുകൂടി പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടും കൂടാൻ പറ്റിയില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വയ്യാതെയായി, വയ്യാതെയായി അതിങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തു. ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കാൻ സാധിച്ചിട്ടാണ്. എന്തായാലും പരിഷത്തിനെ ജനകീയമാക്കും കൂടുതൽ ജനങ്ങളെ കൂടുതൽ പരിഷത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഈ കലാരൂപത്തിലൊക്കെ വളരെ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിട്ടുണ്ട്. നമുക്ക് 83 കലാജാഥയ്ക്ക് ശേഷം 84 നമ്മൾ കലാജാഥയ്ക്ക് പോകുന്നത്. അതിനാണ് വീട്ടിലേസായിട്ട് വലിയ അടുപ്പായി. വീട്ടിൽ വരാറുണ്ട്, താമസിക്കാറുണ്ട്. പാലക്കാട് ഗവൺമെൻറ് UP സ്കൂളിൻ്റെ നവതി ആഘോഷത്തിനാണ് ഇവിടെ വന്നത്. അപ്പം അന്നിട്ട് നമ്മൾ പാലക്കാട് സ്കൂളിൽ
ഗംഭീര കവിതാലാപനം പരിപാടി ചാർലി ഇങ്ങനെ കുറെ ആൾക്കാണെങ്കിൽ ഒരുപാട് ആളുകളൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് ആൾക്കാരായാലും അതിൽ എൻ്റെ കളത്തരം സുഹൃത്തികളല്ലേ ഞാൻ നീയും എന്ന് പറഞ്ഞൊരു ഗംഭീര കവിത, സുന്ദരമല്ലേ നമ്മുടെ ലോകം, ഒരു ഗംഭീര സാധനം അവതരിപ്പിച്ചു. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ വരുന്നുണ്ട്, ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ ഓർക്കുവാൻ എന്തെന്തു കൂട്ടമെന്ന് ഓർക്കണം എന്നൊരു ഗംഭീര സാധനം ചെയ്തു. ചേറിൽ ചെളിയിൽ ഇങ്ങനെ പണിയെടുത്ത് ഒരുമിച്ച് നിന്നവർ എന്താ ചേരി തിരിഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ. ഞാൻ ചില 10,000 കുട്ടികൾ ഇപ്പൊ നമ്മൾ ബാലോത്സവ ജാഥയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കൊപ്പം ഒരു ജാഥയിൽ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ, ആ 2 ജാഥയും കൂടെ തൃശ്ശൂരിലാണ് സമാപിച്ചത്. ടൗൺ ഹോളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് വന്ന് 2 സ്ഥലത്ത് പരിപാടി നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ആളോടൊപ്പം ജാഥ ക്യാപ്റ്റൻ BKS ആയിരുന്നു. അപ്പൊ അതിൽ ഈ 10,000 കുട്ടികൾ അതിനൊക്കെ കയ്യിലെടുക്കുന്നത് എന്തെങ്കിലും സൂചി വീണാൽ ശബ്ദം കേൾക്കാവുന്ന തരത്തിൽ നിശബ്ദമാക്കുന്നത്. അത് ഞാൻ ഈ മനുഷ്യന്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയിട്ടൊക്കെ ഈ കാതിലൊരാലോലും ഒക്കെ പാടിയിട്ട് ആ രീതിയിൽ ജനങ്ങളെ കിലുകിലുക്കും. നമ്മുടെ ബാലോത്സവ കൊല്ലത്താണ് ആദ്യത്തെ സംസ്ഥാന ബാലോത്സവം. എനിക്ക് പൂർണ്ണമായും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ കിലുകിലുക്കം പാടിയിട്ടൊരു ബാലോത്സവ ചക്രം ഉണ്ടാക്കി അതിനെ തിരിച്ച് അതൊക്കെ ഈ മൂപ്പരുടെ മണ്ടയിൽ നിന്ന് വരുന്ന കുറെ സാധനങ്ങൾ. അപ്പൊ സംഗീതത്തിനെ ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തില്ല എന്നുള്ളതാണ്. എത്ര പ്രശസ്തിയിലേക്ക് പോകും, എത്ര കാശ് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഒരു പൈസക്ക് പോലും ഒരു അത്യാഗ്രഹം കാണിക്കാറില്ല. ഒരു സ്ഥാനത്തിന് വേണ്ടി എനിക്ക് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി ശ്രമിക്കാറില്ല. അതാണ് ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത. അവസാനം അന്ന് പാലക്കാട് വന്നപ്പോ ചാർലി ഓൾ ഇന്ത്യ റേഡിയോയില് ഒരു ആഭിമുഖ്യത്തിന് വിളിച്ചു. അപ്പൊ അഭിമുഖം വേണ്ട, അത് ആ ബോർഡും അതൊന്നും ശരിയാവില്ല എന്നുണ്ട്. അവസാനം ഈ വരവ് അദ്ദേഹം പറഞ്ഞ ഒരു പാവപ്പെട്ട കുട്ടിക്ക് വീട് കയറ്റി കൊടുക്കാനാണ്. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് കാശുണ്ടാക്കി തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ ചാർലി കഴിയുമ്പോൾ കയറി പിടിച്ചു. ചാർലി പറഞ്ഞു, ആ കാശ് ARന്ന് കുറച്ച് കാശ് തരാം, ആ കാശ് മാഷ് ആ വീട് കയറ്റാൻ കൊടുത്തോളൂ. അപ്പോഴാണ് മാഷ് സമ്മതിച്ചതും ഓൾ ഇന്ത്യ റേഡിയോയിൽ പരിപാടിക്ക് പങ്കെടുക്കുക. അപ്പൊ മറ്റവരൊക്കെ ആരെങ്കിലും ചാടി വീടില്ല അവിടെ, അതൊന്നും ഇല്ലാതെ. ഇപ്പൊ നേരത്തെ അങ്ങനെ കുറെ പരിപാടികൾ ഇപ്പൊ നമുക്ക് പറയാം. ഈ ശാസ്ത്രബോധത്തില് നമുക്കറിയാം, ഇപ്പൊ മാപ്പിളപ്പാട്ടിനെയും മറ്റ് എല്ലാ സങ്കേതങ്ങളെയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ BKSഉം SPNഉം ഒക്കെ കൂടെ കൂട്ടായിട്ട് തീർച്ചയായും. അപ്പൊ നമ്മളന്ന് 81 ആ പാട്ട് നമ്മൾ വികസനം ഇങ്ങനെയോ എന്ന് ടെറസിൻ വീടൊക്കെ പാടി. അതിലൊരു പ്രധാനപ്പെട്ട വരികളാണ്, കുടിലോരോന്നിനും ഓരോ നല്ലൊരു കക്കൂസാണ് ആദ്യം വേണ്ടത്, കൊട്ടാരത്തിലെ കണ്ടീഷൻ പിന്നീടാവാലോ, നമ്മുടെ നയപരിപാടിയിൽ തെറ്റുതിരുത്താൻ ഇനിയും വൈകരുതേ എന്ന്. അതെന്ന് അന്ന് നമ്മുടെ വീട്ടിൽ ആരുമില്ല കക്കൂസ്. ഇന്ന് കക്കൂസ് ഇല്ലാത്ത കേരളത്തിൽ ഒറ്റ വീടില്ല. ഞാൻ ഫാർമസിക്ക് പഠിക്കുന്നത് മധുരയിലാണ്. അവിടെ ഇങ്ങനെ ഈ ബസ് പോകുമ്പോ സ്ത്രീകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ പോലെ മനുഷ്യജാക്കി നിൽക്കണ പോലെ സ്ത്രീകളൊക്കെ നിൽക്കണേ. അപ്പൊ ആദ്യം എനിക്ക് പിടികിട്ടിയില്ലേ. അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ ജാതിയായിട്ട് പോണ പോലെ എന്നിട്ട് ഇവര് എവിടേക്ക് പോണത് നോക്കുമ്പോ പാവങ്ങള് കക്കൂസിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബസ് വരുന്ന ഈ വണ്ടി വരുന്ന ലൈറ്റില് സാധിക്കില്ലല്ലോ. അപ്പൊ അവര് എനിക്ക് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എത്രമാത്രം അപ്പൊ ഈ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇത്രയും ശുദ്ധിയും കാര്യങ്ങളും വന്നപ്പോ അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി. ഒറ്റ വലിയ പാട്ടല്ലേ ഉള്ളൂ, എത്ര രസകരമായിട്ട്. അതുപോലെ തന്നെ അതില് മറ്റേ പറയും നമ്മുടെ പകുതിയിലേറെ ജനങ്ങളും ഓർത്താൽ ഒരു നേരത്തിനു വകയില്ലാത്തോ പരമദരിദ്രർ പട്ടിണി രേഖക്കടിയിൽ കഴിയുന്നു, നിങ്ങൾക്കവരുടെ കാര്യം ആലോചിക്കാൻ അവസരമില്ലെന്നോ എന്ന് പറയുന്നു. പിന്നെ പകുതിയിലേറെ ജനങ്ങൾ നിരക്ഷരർ, അറിവില്ലാത്തവരിവിടുള്ളപ്പോ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണം മുൻഗണന, അവരുടെ തലയിൽ ഒരൽപ്പം വെളിച്ചമെത്താൻ വേണം പരിഗണന. ഇതൊക്കെ പാടിയതിനു ശേഷം ഇന്നിപ്പോ പ്രസക്തിയില്ലാണ്ടേ. കാരണം കക്കൂസില്ലാത്തൊരു വീട് പോലും കേരളത്തിലില്ല. ആദ്യം കക്കൂസ് പണിയുന്നു. അപ്പൊ എത്ര ശുദ്ധമായി നമ്മുടെ പരിസരം. അപ്പൊ അത് എത്ര ഒരു ശാസ്ത്ര അവബോധത്തിലേക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ഫാൻസി സ്ക്വയർ നമ്മൾ അതുപോലെ അവതരിപ്പിച്ച കുറെ പരിപാടികളാണ്. അപ്പൊ ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ച BKS വലിയ നഷ്ടം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കയെ പോലെ അബ്ദുക്കയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ചന്ദ്രൻ മാഷും ഒക്കെ നമ്മുടെ മാഷ പറയാം, എനിക്ക് രീതിയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ പാടാം. പിന്നെ അത് ചങ്കൂറ്റല്ല എന്ന് പറയും മറ്റേ അങ്ങോട്ട് പാടല്.
അപ്പൊ അത് എന്ത് വേണമെങ്കിൽ അതങ്ങോട്ട് പാടില്ല തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും ഈ വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാകാവുന്ന തരത്തിലേക്ക് തെരുവില് ഈ പരിപാടി നടത്തി. എനിക്ക് തോന്നുന്നു മാലിന്യം എന്നുകൊണ്ടൊരു നാടകം അവതരിപ്പിച്ചിട്ട് അത് ഈ മാകാര പ്രസിദ്ധീകരണങ്ങൾക്കെതിരായിട്ടായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സീരിയലിനേക്കാൾ വലിയ അപകടമായിരുന്നു അത്. ഈ മലയാള മനോരമ, മംഗളം, മാമാങ്കം തുടങ്ങി കുറെ സാധനങ്ങൾ ആ കോട്ടയത്ത് ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്തത് ശരിയാണെന്നൊന്നുള്ള വാദമല്ല. അവിടെ ഒരു മാടക്കടയിൽ കുറെ ഈ മംഗളം മാമാങ്കം തൂക്കിയിട്ടായിരുന്നു. ഒരുത്തൻ ഇത് പോയിട്ട് അത് മുഴുവൻ വെച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ചവിട്ടി കൂട്ടിയത് തീരും. ഈ നാടകം കഴിഞ്ഞോട് കൂടിയിട്ട് അയാൾ ചെയ്തിട്ട് പണിയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പക്ഷെ ആ ഒരു തരത്തിലേക്ക് പോലും ഇതിനെ വളരെ നല്ല രീതിയിൽ കലയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കരുവെള്ളം മുരളിയേട്ടനുണ്ട്, MP ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പനങ്ങാട് ടീച്ചർ തങ്കപ്പിള്ള എന്ന് പറഞ്ഞ 4ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. അയാൾക്ക് ഒരു മുറുക്കാങ്കടയാണ് ആകെയുള്ളത്. പത്തനംതിട്ട കുളനടയിൽ ഒരു മുറുക്കാങ്കട. അവിടെ ഇരുന്നിട്ടാണ് മൂപ്പരുടെ ഈ കലാരചനകളും പരിപാടികളും മുഴുവൻ. അതിലദ്ദേഹം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ ദരിദ്രന്മാരെ ഒരൊറ്റ ദീർഘത്തിന്റെ വ്യത്യാസം നോക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ ദരിദ്രന്മാരെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പാവങ്ങളുടെ പടയണി ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ദാരിദ്ര്യരേഖയ്ക്കടിയിൽ വളരെ തിരക്ക് വർദ്ധിച്ചതിനാൽ ഞാൻ ഈ രേഖ അല്പം താഴോട്ടേക്ക് മാറ്റി വരയ്ക്കാൻ തീരുമാനിക്കും. അപ്പൊ ഈ രേഖയുടെ അടിയിലുള്ള ആൾക്കാരൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അയാളൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി എന്ന് പ്രഖ്യാപിക്കലാണ്. അപ്പൊ ഇപ്പോഴെ നോക്കൂ, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആ സാധനം, ഇപ്പോഴാണ് APL-ഉം BPL-ഉം ആ രേഖയും അല്ലെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലും താഴത്തും ആ ഒരു റേഷൻ കിട്ടാൻ. അപ്പൊ ഇതൊക്കെ കേരളത്തിനെ മാറ്റിമറിക്കുന്നത് KPSC-യുടെ നാടകത്തിന് ശേഷം, ആ പാട്ടുകൾക്ക് ശേഷം ഈ പറഞ്ഞ നമ്മുടെ സാക്ഷരതായജ്ഞം നാടിൻ മോചനത്തിനു വേണ്ടി അറിവിൻ നാളമുയർത്തിടാൻ പടയണി ചേരു സഹോദരരെ. ഇത് മനോഹരമായിട്ട് കേരളം KPSC-ക്ക് ശേഷം നാടകഗാനങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഏറ്റവും ഗംഭീര സാധനം. അതിന്റെ പിന്നിൽ ഈ മറ്റുമല. അങ്ങനെ എത്രയോ വലിയ ചലനങ്ങൾ നമുക്ക് എന്തായാലും ഇത് ഏറ്റെടുക്കണം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഞങ്ങളെ പോലുള്ള കുറെ വയസ്സന്മാരില്ല, ചെറുപ്പക്കാരുണ്ടായി എന്നുള്ളതിൽ വളരെ സന്തോഷം. വരും തലമുറയെ മാറ്റിമറിക്കുന്നതിന് കുറെ അപകടങ്ങൾ വീണ്ടും വരികയാണ്. ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ നമുക്ക് ഈ ശാസ്ത്രബോധം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസവും അനാചാരവും വല്ലാതെ വരികയാണ് അല്ലെ. തെരണ്ട് കല്യാണം പോലും വല്ലാതെ വരികയാണ്. നാളെ ഒരാള്, ഞാൻ ആളെന്ന് പറയില്ല, കുളിപ്പിക്കാൻ നമ്മുടെ തോട്ടിലേക്ക് കൊട്ടയൊക്കെ ചോദിച്ചിട്ട് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്താ ചങ്ങാതി അത് ഞങ്ങളുടെ ജാതിയിലുണ്ടല്ലോ. അപ്പൊ അവനോട് നാളെ മറ്റാളാണ് ഞങ്ങളുടെ ജാതിക്കാരാണ്, അയാളവിടെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ജാതി നോക്കിയിട്ടല്ല, ഇത് പ്രകൃതിയുള്ള ഇതൊരു അപകടമുള്ള സംഗതിയല്ലല്ലോ. ഇതിങ്ങനെ കുട്ടീനെ ഇങ്ങനെ വഷളാക്കണം, ഇതിങ്ങനെ അതിന്റെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് അതിനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ അതുപോലും തിരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ നമ്മുടെ മറ്റേ പറയില്ല, നമ്മുടെ ക്ഷേത്രത്തിലേക്ക് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഗംഭീര എന്ന് പറഞ്ഞാൽ ഗംഭീര പോകും. അതിന്റെ ഐശ്വര്യം എത്ര കാലം നിൽക്കും? 1 കൊല്ലം നിൽക്കുള്ളൂ. 8 കൊല്ലം വീണ്ടും വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പൊളിക്കണം നമുക്ക്. ഈ ശാസ്ത്രത്തെ സീരിയലുകളിലൂടെ ഒക്കെ കൊടുക്കുന്ന ഈ സാധനത്തിനെ നമുക്ക് പൊളിക്കണം. അതിന് VKS-ഉം മറ്റവരൊക്കെ തന്നിട്ടുള്ള ആ ദീർഘിക നമുക്ക് എല്ലാവർക്കും എന്താണെന്ന് മാത്രം പറഞ്ഞു. എന്തായാലും വളരെ നല്ലൊരു സമയത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഈ കേസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാനായിട്ട് ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഒരുപാട് കേട്ടറിവുകളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ആ കാര്യങ്ങളിൽ ഉണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു അനുസ്മരണം മറ്റേ കൽക്കത്ത കൈരളി സമാജം ക്ലബ് ഹൗസിനകത്ത് നടത്തിയിരുന്നു. അതിനകത്ത് ഞാൻ സജീവമായിട്ട് തുടക്കം മുതൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. അപ്പം അതിലൊക്കെ പറഞ്ഞു കേട്ട അതൊക്കെ നമുക്ക് ഒരുപാട് ആവേശം തരുന്ന സംഭവങ്ങളാണ്. ജാഥ കോഴിക്കോട് നിന്ന് തുടങ്ങി പാലക്കാടെത്തുമ്പോഴേക്കും മുദ്രാവാക്യങ്ങൾ മുദ്രാഗീതങ്ങളായി മാറുകയും പാലക്കാടെത്തുമ്പോഴേക്കും പ്രിന്റ് ചെയ്യുകയും പിന്നീട് അത് ഗാനമായി മാറുകയും അങ്ങനെ വലിയൊരു വളരെ ആവേശം തരുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ കേസിനെ കുറിച്ച് കണ്ടതും കേട്ടതും അറിഞ്ഞതെല്ലാം. എന്തായാലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. മനസ്സിലൊക്കെ ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒഴിവിടുന്ന സമയങ്ങളിൽ വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് ഈ കേസിന് അടിച്ചു കൊടുത്താൽ VK ശശിധരൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരുടെ പാട്ടൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും ഭാഗത്ത് ഇപ്പോഴും വളരെ സജീവമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തലമുറയെ ഏറ്റെടുക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ ഇന്നത്തെ ഒരു ദിവസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ
ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വലിയ നടത്തിയ പ്രഭാഷണം അനുസ്മരണമൊക്കെ വ്യർത്ഥമായി പോകും. അപ്പം അതിനെ നേതൃത്വം നൽകിയ IKN ഗ്രന്ഥശാലയ്ക്കും പരിഷത്തിനും എന്താ പറയുക, ഈ അവസരത്തിൽ വ്യക്തിപരമായിട്ടൊരു നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് IKN ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട വിനോദാണ്. വിനോദിന് ഈ അവസരത്തിൽ പരിഷത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെയും പേരിൽ പറയേണ്ട കാര്യം എൻ്റെ ആളാണ് എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പേരിലേക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം, പരിഷത്തിൻ്റെ എല്ലാമെല്ലാമായി അല്ലെങ്കിൽ സജീവ പ്രവർത്തകനായ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനൂപേട്ടനും പരിഷത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഒക്കെ ഗ്രന്ഥശാലയുടെയും പേരിൽ സ്നേഹപൂർവ്വം പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് മാഷാണ്. വ്യാസ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം. അതുപോലെ തന്നെ പരിഷത്തിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാനൊക്കെ പരിഷത്തിലേക്ക് കടന്നു വരുന്ന സമയങ്ങളിൽ വളരെ സജീവമായിട്ട് നമ്മളന്നൊരു യൂണിറ്റ് ആയിരുന്നു. 20 വർഷങ്ങൾക്ക് മുന്നേ അന്ന് മണാലിയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു യൂണിറ്റ് ആയിരുന്നു. നമ്മളൊക്കെ അപ്പോൾ വളരെ വളരെ മനോഹരമായിട്ട് വളരെ അർത്ഥവത്തായി ശാസ്ത്രാവബോധവും ജനകീയ സംഗീതവും തമ്മിൽ ഉള്ള ഒരു ബന്ധം അത് ഏറ്റവും മനോഹരമായിട്ട് മാഷ അവതരിപ്പിച്ചു. അതിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് പോയി നമ്മളെയൊക്കെ ആവേശം കൊള്ളിപ്പിച്ചു. ക്ലാസിക്കൽ കലകളേക്കാൾ ജനങ്ങൾക്ക് വേണ്ടതും നാടിന് വേണ്ടതും നമ്മുടെ നാടൻ കലകളാണ്. ആ കലാരൂപങ്ങളുടെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മാഷ അവതരിപ്പിച്ചു. വളരെ നല്ല രീതിയിൽ വിഷയാവതരണം നടത്തിയ പ്രതിഭാഷം ഏറ്റവും സ്നേഹപൂർവ്വം എന്ന് പറയുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട പരിഷത്തിൻ്റെ പ്രസിഡന്റും ഗ്രന്ഥശാലയുടെ പ്രസിഡന്റും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട മാഷ്, നമ്മുടെ ഒക്കെ ഗുരുനാഥനാണ്. മാഷിനും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പരിഷത്തിൻ്റെ സെക്രട്ടറി സജീവ് മാഷ് വൈകിയാലും ജോലി തിരക്ക് മൂലമാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട്. എങ്കിലും ഇതിന് പിന്നിൽ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ട് സജീവ് മാഷയുടെ നേതൃത്വത്തിലാണ്. മാഷക്കും ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് സദാശിവേട്ടൻ. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാനൊരു പക്ഷേ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ സാധിക്കില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലും പരിഷത്തിനോടുള്ള ആ ഒരു സ്നേഹവും ജീവിതത്തോടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും അതാണ് ഒരു പക്ഷേ സദാശിവൻ ചേട്ടൻ ഈ സമയത്തൂടെ ആക്കിയിരിക്കുന്നത്. ആ ഓർമ്മകൾക്ക് ജീവനുണ്ട്, അതിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ബലത്തിലാണ്, ആ ജീവൻ തുടിക്കുന്ന ഓർമ്മകളുടെ പരിഷത്തിൻ്റെ ബലത്തിലാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഇനി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പേരെടുത്ത് പോയാൽ ഒരുപാട് നീണ്ടുപോകും. ജോസേട്ടൻ, അതുപോലെ രാമദാസേട്ടൻ, അജിത്തേട്ടൻ, ജോയ്സേട്ടൻ, ജോണി വേപ്പിൻ്റെ അടക്കമുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കൂടിയിരിപ്പിൻ്റെ പേരിൽ പരിഷത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാറേണ്ട നിങ്ങൾക്ക് കാലമാന്തിച്ചു പോയില്ല. നിങ്ങൾ പഠിക്കുവിൻ, നിങ്ങൾ പഠിക്കുവിൻ, ആദ്യക്ഷരം മുതൽ മേലോട്ട് ബാലപാഠങ്ങൾ പഠിച്ചോളിൻ. മതിയാവില്ലെങ്കിലും നന്നായി പഠിച്ചോളിൻ. എന്തിനധീരൻ ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാം. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാം. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാം. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ, മഞ്ഞിൽ കോച്ചിരിപ്പവരെ,
വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ പോച്ചിരിപ്പവരെ. വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിനധീരത എന്തിനധീരത, ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയില്ല. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. ഓരോ ചെറു വസ്തുവിലും വില തൊട്ടു തൊട്ടു ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ഓരോ ചെറു വസ്തുവിലും വില തൊട്ടു തൊട്ടു ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? എന്തിനധീരത എന്തിനധീരത, ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാം.